ഹായ് ഗായ്സ്, ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. ഇന്ന് സെപ്റ്റംബർ 29 നമ്മുടെ ഋതുവിൻ്റെ ബർത്ത്ഡേ. ഇപ്രാവശ്യത്തെ ഋതുക്കുട്ടിൻ്റെ ബർത്ത്ഡേ നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഋതുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മാത്രമേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. അതാ ചെറിയ രീതിയിൽ ഞാൻ വോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി. പിന്നെ ബാക്കി ഡെക്കറേഷനൊക്കെ അവരങ്ങ് ഏറ്റെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി ബർത്ത്ഡേ പാർട്ടിയാണ്. കുട്ടികളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അവർക്കൊരു കേക്കൊക്കെ വാങ്ങി മുറിക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അല്ലേ. അവർ വലുതാവുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഒന്ന് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കായാലും ഫ്രണ്ട്സിനൊന്ന് വിളിച്ച് ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആണ് ഓരോ ബർത്ത്ഡേയ്സും. നമ്മുടെ ലൈഫ് കുറച്ച് ബിസിയും ബോറിംഗ് ആയി തുടങ്ങുമ്പോൾ അതിനൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഗ്യാദറിങ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് തീമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറച്ച് പല കളേഴ്സിലുള്ള കേക്കും അതുപോലെ തന്നെയാണ് ഞാൻ ആ വോളിലും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു ഇൻസൈഡ് ഔട്ടിൻ്റെ ക്യാരക്ടേഴ്സും കൂടെ വേണമെന്ന്. അപ്പോൾ അതും കൂടെ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കേക്ക്. ഇത്തവണ നമ്മൾ ഇവിടെ ദുബായ് അൽനാദയിൽ തന്നെയുള്ള ഒക്കേഷൻസ് എന്ന് പറഞ്ഞ കേക്ക് ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ ഒരു കേക്ക് മേടിച്ചത്. അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ. കേക്ക് തീർന്ന വഴി അറിഞ്ഞില്ല കേട്ടോ. ചോക്ലേറ്റ് റഫിലായിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ. നല്ല ടേസ്റ്റി കേക്കായിരുന്നു. ഒക്കേഷൻസിലെ എല്ലാ കേക്കും നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. ഒരുപാട് മധുരമൊന്നും ഇല്ലാതെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേക്ക്സ് തന്നെ ആവാറ്. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതും കുട്ടികളെല്ലാം കളിക്കാൻ പോയിട്ടോ. നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് പോലെയൊന്നും അല്ലല്ലോ. ഒരു ഫ്ലാറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളായിട്ട് കളിക്കുന്ന ടൈമും അങ്ങനെയുള്ള സ്ഥലവും ഒക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും. ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ പാവം തോന്നും കേട്ടോ. നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ഓടി കളിച്ചിരുന്ന സമയത്ത് അവർ ഈ ഫ്ലാറ്റിനകത്ത് തന്നെ ഇരിക്കുകയെന്ന് ആലോചിക്കുമ്പോഴേ വിഷമമാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാദർ ചെയ്യുന്നത്. കുട്ടികൾക്ക് കുറച്ച് സമയം അവർ എൻജോയ് ചെയ്യട്ടെ എന്നും കൂടെ വിചാരിച്ചിട്ട് കേട്ടോ. ഇന്ന് എല്ലാവരെയും വിളിച്ചിരുന്നത് ഡിന്നറിനാണ് കേട്ടോ. നമ്മളിത് കിസേസ് അരോമ സ്റ്റാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നത്. മെയിൻ കോഴ്സായിട്ട് ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് അധികം പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ ബിരിയാണി ചെമ്പിൽ ദം അടിച്ചിട്ട് ദം പൊട്ടിക്കാതെ നമുക്ക് തന്നു. നമ്മളാണ് കേട്ടോ ദമ്മൊക്കെ തുറന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതാ കണ്ടോ വാഴയിലൊക്കെ വെച്ചിട്ട് ഭയങ്കര ഈ ഒരു ലുക്ക് പോലെ തന്നെയായിരുന്നു ടേസ്റ്റ് കേട്ടോ. നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഈ ചിക്കൻ ബിരിയാണി കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ. അങ്ങനെ ഋതുക്കുട്ടിൻ്റെ ബർത്ത്ഡേ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് തീർത്തു. നമ്മുടെ 1-2 കസിൻസിനെ വെച്ച് നമ്മൾ ചെറിയൊരു വേറൊരു പാർട്ടിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കേക്കാണത്. അങ്ങനെ ഋതു ഭയങ്കര ഹാപ്പിയാണ് ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.